ഹായ്, നമസ്കാരം. നന്ദകുമാറാണ്. ഞാനതിൽ കോയമ്പത്തൂർ നമ്മുടെ കമോണ്ട്ര ഏലിയൻ്റെ തമിഴ്നാട് ഡിസ്ട്രിബ്യൂഷനുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പം ആദിയോഗി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ശിവക്ഷേത്രമുണ്ട്. അപ്പോൾ അത് കാണാമെന്ന് എഴുതിയിട്ട് പോയതാണ്. അപ്പോൾ മീറ്റിംഗ് ഓൾമോസ്റ്റ് കഴിഞ്ഞു, അത് ഓൾമോസ്റ്റ് സെറ്റാണ്. ജൂലൈ 18-നാണല്ലോ പടം റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ തമിഴ് ഡബും തെലുങ്ക് ഡബും തീർക്കണം. അതിനുള്ള പ്ലാനാണ്, ഓട്ടത്തിലാണ്. അപ്പോൾ എന്താ പറയുക, നല്ല അടിപൊളി സ്ഥലമാണ് കോയമ്പത്തൂർ. ഭയങ്കര ലാൻഡ്സ്കേപ്പ് മോളാണ്. വന്ന് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യണം. ഞാൻ ആ റോഡൊക്കെ കാണിച്ചത് ഇപ്പം അങ്ങോട്ടുള്ള ഹിൽ ഏരിയയാണ് അത്. നിങ്ങളൊക്കെ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. ഞാൻ ആദ്യം വന്നു. ഞാൻ ഈ പറയുന്ന ആദിയോഗി, എന്താ പേര്, വേറൊരു പേരായിരുന്നില്ല, ഈശ, അത് കോവി സ്ഥലമാണ്, സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ. അങ്ങനെ കാണിച്ചു തരാം. ഈശ എന്ന് പറയുന്ന പാർവതിയുടെ പേരാണ്. അതെന്തുവാ ഈശ? ശരിക്കും ഒരു മുസ്ലിം പേരല്ലേ അല്ലേ? അതിൻ്റെ എന്താ ഐതിഹ്യം? എന്തുവാ ഇവിടുത്തെ എല്ലാ അമ്പലത്തിനും കണ്ടോ ഇതുപോലത്തെ ഇങ്ങനെ ഒരു ഈ മേളിൽ ഇങ്ങനെ കുത്തുപണികളുണ്ടാവും ഭയങ്കരമായിട്ട് അല്ലേ? എത്ര മിനിറ്റ് ഉണ്ട്? 11 മിനിറ്റ് കൂടെ ഉണ്ടോ? ഓക്കെ ചേച്ചി. ഓ, പശു. ഇവിടുത്തെ ഏറ്റവും വലിയ സംഭവം ഇതാ, റോഡ് നീളം പശുവാണ്. പശു, കാള. അടുത്ത അമ്മച്ചി റോഡിലേക്ക്. ഈ അമ്പലത്തിൽ ഈ സാധനമുണ്ട്, ഇത് മെയിൻറ്റെയിൻ സംഭവങ്ങളുണ്ട്. ഇവിടെ ചില കരിക്കൊക്കെ ഇവിടെ നല്ല കിട്ടുമായിരിക്കും. ഇതാണ് സദ്ഗുരു. ഈ പുള്ളി ഇന്റർവ്യൂലൊക്കെ ഉള്ളതല്ലേ? പുള്ളി ഉണ്ടാക്കിയാണത്. പുള്ളി ഒരു യോഗ പരിപാടി എന്തോ അല്ലേ? ഈ പുള്ളിയുടെ കുറെ ഇന്റർവ്യൂസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. പുള്ളി പിന്നെ ജീവിച്ചിരിപ്പില്ലേ? പുള്ളി പറഞ്ഞതാണോ ഈ മറ്റേ ശിവന്റെ അത്രയും വലിയ ഇത്? അപ്പൊ അത് യോഗ സെന്ററാണ്. അത് ശരി, അതെനിക്കറിയത്തില്ലായിരുന്നു. സദ്ഗുരു എന്ന് പറയുമ്പോൾ ഞാനോർത്ത് പഴയ ഇതായിരിക്കുന്നു. പക്ഷെ ആ പുള്ളിയാണെന്നുണ്ടെങ്കിൽ അവളുടെ കുറെ ഇന്റർവ്യൂ ഉണ്ട്, ഭയങ്കര അടിപൊളി ഇന്റർവ്യൂ ഒക്കെ. ഭയങ്കര ഫിലോസഫറാണ് അല്ലേ? പുള്ളി ഇപ്പൊ തമിഴാ പുള്ളിയുടെ, പിന്നെ ഹിന്ദിയോ? അപ്പൊ ഇവിടെ പുള്ളി സ്ഥലം മേടിച്ചിട്ട് ചെയ്തത്. ആ പുള്ളി ശിവഭക്തനാണ്. ഓ, യോഗാധ്യാനം. ഓക്കെ. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു എന്താ പറയാ, മെഡിറ്റേഷൻ അല്ലേ? അത് ശരി. എനിക്ക് ഭയങ്കര ഐഡിയ. പുള്ളി എന്തോ ഒരു വിഷയത്തിന് അറസ്റ്റിലായില്ലായിരുന്നു അല്ലേ? എന്തിനായിരുന്നു? ഇവിടുത്തെ വീടുകൾക്കൊന്നും ഈ സൺഷെയ്ഡ് ഇല്ല കേട്ടോ. കുഞ്ഞ് എന്താ കുഞ്ഞു റോഡാണ്. ഓലയൊക്കെ വെച്ച് മഞ്ഞ് നിൽക്കണ നോക്കിയല്ലേ? എടി മഞ്ഞ് നിൽക്കണാണ് അത്.
കയ്യിൽ കലക്കൻ റോഡും വ്യൂ ഒക്കെ പാപ്പൻ കുത്തുപിടിക്കുമായി ആ മലയുടെ മേളിലും കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അല്ലേ? നമ്മുടെ അവിടുത്തെ പോലത്തെ മണ്ണാടി ഇത് അല്ലേ? കറക്റ്റ് നമ്മുടെ അവിടുത്തെ പോലത്തെ ചെറിയ മണ്ണ, ഇടിയണ മണ്ണ ഇത്. കണ്ട ഇടിയണ മണ്ണ. പക്ഷിപ്പറവകൾ. ഹെൽമെറ്റ് ഒന്നും വേണ്ടെന്നുണ്ടോ ഇവിടെ? ആൾക്കാർ ഹെൽമെറ്റ് ഒന്നും വേണ്ട. ഇവിടെ ഫുൾ കൃഷി പരിപാടിയാ. ഇതുണ്ട് എന്തോ ഒരു കൃഷിയാണ്, കപ്പലണ്ടി ആയിരിക്കും അല്ലേ? അതാണ് ചെറിയത് അല്ലേ? ആ എല്ലായിടത്തും ഉണ്ടല്ലോ ഈ ചുമലപ്പൂക്കള്. കണ്ട ഇവിടുത്തെ എല്ലാവരും ഈ ചെറിയ വണ്ടിയാണ് ഓടിക്കുന്നത്. അതിനെന്തോ ഒരു പേര് പറയുന്നത്. അടുത്ത ചുമലപ്പൂക്കൾ, വീണ്ടും ചുമലപ്പൂക്കളാണ്. എന്ത് വരാമെന്ന് അറിയത്തില്ലല്ലോ. ലാൻഡ് ഫോർ സെയിൽ, ലാൻഡ് ഫോർ സെയിൽ. ഇതേ വീണ്ടും ചുമലപ്പൂക്കൾ. ചുമലപ്പൂക്കളുടെ പരിപാടിയാണ്. ഭയങ്കര ലാൻഡ്സ്കേപ്പാണ്. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റുന്ന സ്ഥലമോ അല്ലേ? ഇതേ തെങ്ങും തോപ്പ്, ദൂരം തെങ്ങ സൈഡിലൊക്കെ. 2 കിലോമീറ്ററും കൂടെ കാണിക്കും. ഇതിപ്പോ ഹോട്ടൽസ് ആണ്. അതൊക്കെ എന്നാണ് ഇവിടെ എല്ലാം ഈ ചുമലക്കെട്ടടക്കളും ചുമലപ്പൂക്കളും ഒക്കെയാണ്. ഇതാണ് അതേ ധ്യാനലിംഗ 1 കിലോമീറ്റർ. ശിവന്റെ വരെ ലിംഗ ഒരു അതാന്ന് തോന്നുന്നു, ധ്യാനലിംഗ എന്ന് പറയുന്നത്. കണ്ട ഇത് റോഡിന്റെ ചുറ്റോട് ചുറ്റും ഈ മരങ്ങളുള്ളതൊക്കെ എന്നെ ഭംഗിയാണ്. ഇവിടെ പുതിയ ടവറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കണ്ടിട്ട് ശരിക്കും നമ്മുടെ അവിടുത്തെ ആണെങ്കിൽ ഒരു മറ്റേ ബീച്ച് സൈഡിലേക്കൊക്കെ പോണ പോലത്തെ ഒരു സംഭവമൊക്കെ ബീച്ച് സൈഡ്. PR നായര ഹോട്ടൽ, തമിഴ്നാട് ദേശീയ. വണ്ടികളൊക്കെ ഒന്ന് പാർക്കിംഗ് ആ ഇവിടെ അല്ലേ? ആ സ്ഥലത്തൊക്കെ അടുത്തപ്പോഴാണ്. അതായിരിക്കും റൈറ്റ് സൈഡിലാണ്. ഫോൺ കാണിക്കാം. In 300 meters, your destination will be on the left. അപ്പൊ ഈ മതിൽക്കെട്ടിന്റെ ഉള്ളിൽ എന്തായിരിക്കും? അതെ സ്നേക്കിന്റെ എന്തോ പരിപാടി, പാമ്പിന്റെ. ഇതാണ് സംഭവം. ഇവിടെ പാർക്ക് ചെയ്യണം. ഇവിടെ പാർക്ക് ചെയ്തിട്ട് നടക്കുന്നത് അവിടെ പാർക്കിംഗ്. അവിടെ Your destination is on the left. എവിടെ വണ്ടി പാർക്ക്? എടാ പാർക്കിംഗ് എന്ന് എഴുതിയേക്കുന്നുണ്ടോ ഇല്ലേ? ബൈക്ക് പാർക്കിംഗ് ആണോ? അതിവിടെ ചോദിക്കാം വേറെ പാർക്കിംഗ് ഉണ്ടോ കാണും. കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ളത് കാണും.
ഇവിടെ അല്ലായിരിക്കും. ഇവിടെ ഒന്നുമില്ല. ഇതന്നെ എഴുതിയേക്കണം ഇംഗ്ലീഷിൽ. കാരണം അതൊക്കെ ലോക്കാണ്. ബൈക്ക് പാർക്കിംഗ് ഇല്ല. അത് ഇവിടെ ഇല്ല. കോയമ്പത്തൂർ സിറ്റി പോലീസ് ഡ്രോപ്പ് പോയിന്റ് ഇവിടെ. പാർക്കിംഗ് ഇല്ല. ബൈക്കിൻ്റെ പാർക്കിംഗ് മതി. അങ്ങോട്ട് എന്നാ രസമില്ല. കാർ പാർക്കിംഗ് അപ്പുറത്തെങ്ങാണ്ട്. ചേച്ചിയോട് ചോദിച്ചത് അവിടെ ഒരു ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ചേട്ടനോട് ചോദിക്കട്ടെ. ഓട്ടോറിക്ഷക്കാരോട് ചോദിക്കും. സർ കാർ പാർക്കിംഗ് കാർ പാർക്കിംഗ് അവിടെ തന്നെ. അപ്പോൾ ഇതാണ് കുഞ്ഞു കട ഈശ. അവിടെ പോകും വണ്ടി തിരികെ ഇവിടെ എവിടെയോ ഞാൻ കാർ പാർക്കിംഗ് കണ്ടായിരുന്നു. ആ റൈറ്റിലാണ്. അതൊക്കെ ലോക്കാണ്. അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. ഇവിടെ ഇവിടെ ഇടാൻ പറ്റുമോ ഇവിടെ വണ്ടി? കാർ പാർക്കിംഗ് എവിടെ? കാർ പാർക്കിംഗ് രണ്ട് സ്ഥലത്തും കയറാമായിരിക്കുമല്ലേ? ഇവിടെ ഫോണൊക്കെ മേടിച്ചു. ഓട്ടോ നടക്കാൻ പറ്റൂലേ? അല്ല മറ്റേ ആദ്യമൊക്കെ ഇവിടെ എടുക്കാം. ഇവിടെ മെഡിറ്റേഷൻ റൂമിലൊക്കെ ഫോണൊക്കെ കൊണ്ടുപോകാൻ പറ്റും. എന്താടി എല്ലായിടത്തും ഇങ്ങനെ ഈ അമ്പലത്തിൻ്റെ അകത്ത് ഫോട്ടോ എടുക്കാൻ പാടില്ല, അവിടെ എടുക്കാൻ പാടില്ല, ഇവിടെ എടുക്കാൻ പാടില്ല. എന്താ അങ്ങനെ? എവിടെ കാർ പാർക്കിംഗ്? കാർ പാർക്കിംഗ് ആ ശരി. ഇവിടെ ഭയങ്കര ഇംഗ്ലീഷ്. പാർക്കിംഗ് ആ അതെ ഇവിടെ പാർക്കിംഗ് ഉണ്ട്. കാർ പാർക്കിംഗ് എത്ര അറിയാം? 30 രൂപ. ഫൗണ്ടേഷൻ്റെ ഫ്രണ്ടിലുണ്ടെന്നാണ്. പാർക്കിംഗ് ഇതാണ് സംഭവം അല്ലേ? ഇത് തിരിഞ്ഞിരിക്കുക. ഈ സ്റ്റാച്ചു കാണാനാണ് നമ്മൾ വന്നത്. ആദ്യോഗി അല്ലേ? ഓ അതിന് മേളിൽ കയറാൻ തോന്നുന്നുണ്ട്. ആരാണ്ട് മേളിൽ നിൽക്കുന്നുണ്ട്. നമുക്ക് കയറാൻ പറ്റുമോ മേളിൽ? എത്ര നാളത്തെ കഷ്ടപ്പാടായിരിക്കും ഇത് പറഞ്ഞത് അല്ലേ? ഇത് ഫുൾ പറമ്പ് ഈ പുള്ളി ഏറ്റെടുത്തേക്കണേ നിങ്ങളെ സദ്ഗുരു. കുറെ നടക്കാനുണ്ടെന്നുള്ളു. ആൾക്കാരൊക്കെ നടക്കാനുണ്ടല്ലോ. കാളവണ്ടിയുണ്ട്. അതിൽ കയറി കൊണ്ടാക്കി തരും. എവിടെ? എൻ്റെ പറ്റ വരെ കൊണ്ടാക്കി. പാർക്കിംഗ് അങ്ങനെയാണെന്ന് അറിയില്ല. സദ്ഗുരു അല്ല, ഞാൻ അതിന്റെ മേളിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു സംഭവം. ഇത് ഭയങ്കര വലിയ പ്രദേശം അല്ലേ? ആൾക്കാരൊക്കെ അവിടെ കൂടെ നടക്കുന്നുണ്ട്. വലിയൊരു സ്റ്റേഡിയം, 2 സ്റ്റേഡിയം പണിയാനുള്ള പ്രദേശമുണ്ട്. പക്ഷെ ഇത് എവിടെ വണ്ടി ഇറങ്ങും അതിപ്പോഴും മനസ്സിലായിട്ടില്ല. വൻ സ്ഥലമായി ഇവിടെ. ഇപ്പം ഇവിടെ ധ്യാനത്തിന് ഇരിക്കാൻ പറ്റുമല്ലേ നമുക്ക്? അങ്ങനെയുണ്ട്. ജസ്റ്റ് ഇങ്ങനെ കണ്ടിട്ട് പോകാനേ പറ്റും. വണ്ടിയിൽ കൊണ്ടാകും. വേറെ കാശ് കൊടുക്കണം.
ഇതുപോലത്തെ മല കണ്ട. Well, the Sky News Sir Keir Starmer's house was damaged in a blaze yesterday, but no one was hurt. There's a warning: 1 in 5 ready meals remain unacceptably high in salt, fat and saturated fat. Action on Salt is calling for a review of mandatory reduction targets. That is from the organisation. UK Health needs to make them lower in health. That's necessary to contact the price of these costs. In fact, our research showed that the more premium products were on average higher in salt than the kind of standard range. From October, the restrict advertising of less healthy foods. It seems that parents have seen their adult children move back in. A survey from NatWest found the average age of those returning home is Kim Kardashian's due to testify in person at the trial. Second, Grandpa Robbers are charged with stealing millions of dollars worth of jewelry from the reality TV star in 2016. 10 suspects on trial deny involvement. Sheffield United boss Chris Wilder says their job isn't done yet after they beat Bristol City 6-0 on aggregate to reach the Championship playoff final. There were 3-0 winners in the second leg. That's the latest on favourite wins. This tech check is sponsored by Comcast Business, powering possibilities. ആദിയോഗിയുടെ അവിടെ എത്തിയേക്കാണ്. സംഭവം വൻ പരിപാടിയാട്ടോ ഇവിടെ. ഇതാ കാണുന്നതാണ് ആദിയോഗി കണ്ടത്, പരമശിവന്റെ സംഭവം. 360 ഡിഗ്രി വ്യൂസ് നിങ്ങൾക്ക് ഇതുണ്ടോ. അപ്പം ഇവിടെ വരുമ്പോഴത്തേക്കിനും ഒരു 10 രൂപയുടെ യാത്രയുണ്ട്. നമ്മൾ ഇതുപോലത്തെ ഒരു വണ്ടിയിൽ കയറി ഒരു അപ്പോൾ വരുമ്പോഴത്തേക്കിനും നമ്മൾ എന്ത് ചെയ്യണം, 10 രൂപ കൈ കരുതിയേക്കണം. ഗൂഗിൾ പേ ഒന്നുമില്ല കട. 10 രൂപ നമ്മൾ കൈ കരുതിയാലാണ് ഇവർ അങ്ങോട്ട് കൊണ്ടുപോകുള്ളൂ. ഭയങ്കര ലാൻഡാണ്. ഭാരതത്തിൻ്റെ പഴയ പ്രാചീന പരിപാടിയാണെന്നൊക്കെ പറഞ്ഞാലും കാണുമ്പോൾ ഒരു സങ്കടം. അവിടെ ഈ പരിപാടി ഭയങ്കര സങ്കടം. പറ്റുവാണെങ്കിൽ ഈ സാധനം നിർത്തിക്കോ. കാര്യം മോട്ടറിൽ ഡീസൽ അടിച്ചാൽ പെട്രോൾ അടിച്ചാൽ പോകണം തന്നെയല്ലേ നല്ലത്. മൃഗങ്ങളെ നമ്മളിങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ശരിയല്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഫ്രീഡം കൊടുക്കണ്ടേ. പേഴ്സണലി എനിക്ക് അതിനോട് താല്പര്യമില്ല. ഇത്രയും വലിയ ഒരു എന്താ യോഗി സംഭവമാണ്. പക്ഷെ എന്നാലും ഈ സംഭവം എന്ത് ഹാപ്പിനെസ്സാണോ അതുവഴി കിട്ടണതെന്ന് എനിക്കറിയില്ല. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. ഞാൻ അതുകൊണ്ട് നടന്നാൽ പോകണം. നടന്ന് മടുത്തത് തന്നെ. നമുക്കൊരാശയമുണ്ടല്ലോ, നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ആശയമുണ്ട്. എനിക്ക് മൃഗങ്ങളെ വളർത്തുന്നതും മൃഗങ്ങളെ വീട്ടിലിട്ട് കൂട്ടിലിട്ട് വളർത്തുന്നതൊന്നും എനിക്ക് താല്പര്യമില്ല. കാര്യം അവർക്ക് അവരുടേതായിട്ടൊരു ഫ്രീഡം കൊടുക്കണം. അവരെവിടെ പോയി വളരട്ടെ, ചാടി ഓടിയൊക്കെ നടക്കട്ടെ. അതുപോലെ തന്നെ ഈ മീനുകളെയൊക്കെ പിടിച്ച് നമ്മുടെ ഒരു അതിന് അക്വേറിയം അതിനകത്തൊക്കെ കിട്ടണ പരിപാടിയൊക്കെ എനിക്ക് ആലോചിക്കും. എന്തൊരു ബുദ്ധിശൂന്യതയുള്ള ആൾക്കാരാണ് മനുഷ്യരെന്നുള്ളത്. അവർക്ക് അവരുടേതായിട്ടുള്ള ഫ്രീഡം വേണം. അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് പിടിച്ച് വളർത്തി അതുങ്ങളെ കൂട്ടിലിട്ട് എന്തോന്ന് അടിമേ. അവർക്കും ഇവിടെ അവരുടേതായിട്ടുള്ളൊരു സാധനം വേണ്ടേ. സോ അതിനോട് എനിക്ക് താല്പര്യമില്ലടാ. എനിക്ക് താല്പര്യമില്ല. ബാക്കി ആൾക്കാരെ കാര്യം എനിക്കറിയില്ല. എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഈ ആദിയോഗിയിലേക്ക് വരുന്ന ആൾക്കാരുടെ ശ്രദ്ധയ്ക്കാണ്. അതായത് നമ്മൾ വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്ത് 30 രൂപയാണ് പാർക്കിംഗ് ഫീസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് കാളവണ്ടി ഉണ്ട്. പിന്നെ കാളവണ്ടി ഒരു ചെറിയൊരു വണ്ടി പോലെ ഉണ്ട്, നമ്മൾ ഈ എയർപോർട്ടിലൊക്കെ ഉള്ള പോലെ. അതിൽ കയറിയിട്ട് നമ്മൾ ഈ പറയുന്ന പരമശിവൻ്റെ ആ സ്റ്റാച്ചു കാണണം. സ്റ്റാച്ചു കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കാളവണ്ടിയിൽ കയറിയിട്ട് ഇങ്ങോട്ട് മറ്റേ ഇവിടെ എത്തണം. നമ്മുടെ ഇവിടെ ഒരു സർപ്പത്തിൻ്റെയൊക്കെ പരിപാടിയുണ്ട്. ഇവിടെയാണ് മറ്റേ ധ്യാനം പരിപാടിയൊക്കെ ഉള്ളത്. മീൻസ് എന്താ അതിന് പറയുന്നത്, മെഡിറ്റേഷൻ പരിപാടിയൊക്കെ ഉള്ളത്. അപ്പോൾ അതിന് ഇങ്ങോട്ട് വരണം. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ഹോട്ടലുണ്ട്. ഞാൻ ആ ഹോട്ടലിലാണ് ഇരിക്കണം. ഫുഡൊക്കെ കഴിക്കാം. വെജിറ്റേറിയനുള്ളൂ, നോൺ വെജിറ്റേറിയനൊന്നുമില്ല.
അത് കഴിഞ്ഞിട്ട് ഇവിടെ ഫോൺ എന്തോ ഇവിടെ കൊടുക്കണം, എന്നാലേ അതിട്ട് എന്തോ കയറ്റുള്ളൂ. അപ്പോൾ ആ സെറ്റപ്പിലേക്ക് പോയിട്ടില്ല. പക്ഷെ ഞാൻ ആ കാളവണ്ടിയിൽ കയറൂല. എനിക്കെന്തോ ആ മൃഗത്തിനെ ഇട്ട് വലിപ്പിക്കാനായിട്ട് എനിക്കെന്തോ ഭയങ്കര ബുദ്ധിമുട്ട്. അതുകൊണ്ടിട്ടാണ്